Assalamualaikum friends. ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഷാഹി തുക്കട ഡബിൾ കാ മീഠ എന്നൊക്കെ പറയുന്നൊരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരികൊക്കെ കട്ട് ചെയ്ത് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 ബ്രെഡ് സ്ലൈസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചേക്കാം. ഞാൻ ചീനിച്ചിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്കത് കുഴിയുള്ളതായതുകൊണ്ട് തന്നെ കുറച്ചൊഴിച്ച് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പരന്നതാകുമ്പോൾ കുറച്ചധികം എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എടുക്കാം. പക്ഷെ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് ക്രിസ്പായിട്ട് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഈ നെയ്യിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ചൂടാക്കി എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇരിക്കുകയാണെങ്കിലും ഇത് ചൂടാക്കി കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ശരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എല്ലാം ഞാൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ട്രേയിലേക്ക് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ട്രേയിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് കുറച്ച് പാലിൻ്റെ മിക്സ് റെഡിയാക്കുന്നുണ്ട്. ആ പാലിൽ 200 ml പാലെടുത്തിട്ടുണ്ട്. പിന്നെ 125 ml മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ഇത് മൂന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് സ്ലൈസ് ഇതിൽ മുക്കിയിട്ട് ട്രേയിലേക്ക് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഈ പാലൊക്കെ ഒന്ന് നന്നായി കുടിച്ചോളും. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ പാലൊക്കെ നന്നായി കുടിച്ചോളും. മധുരമൊക്കെ നല്ലോണം വന്നോളും. അപ്പോൾ മധുരം നിങ്ങൾക്ക് നോക്കുക, കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കുറച്ചുകൂടി പഞ്ചസാരയുടെ അളവിലോ മിൽക്ക് മെയ്ഡിൻ്റെ അളവോ കൂട്ടിക്കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതെടുത്തിട്ടുള്ള ഫ്രഷ് ക്രീം 100 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ 200 ml പാല്. അപ്പോൾ മൊത്തം 400 ml പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ടോട്ടൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി എല്ലാത്തിൻ്റെയും പകുതിയായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കാം. മിൽക്ക് മെയ്ഡും ബാക്കിയുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ പിടി കാഷ്നട്ട് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ പാലിൽ തന്നെ ഈ മിക്സ് ചെയ്ത പാലിൽ തന്നെ കുറച്ച് പാലൊഴിച്ച് നമുക്ക് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നന്നായി കുറുക്കി നല്ല തിക്ക് ക്രീം പോലെ എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ട് അപ്പോൾ കാഷ്നട്ട് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും. പിന്നെ നല്ല ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് തിക്കാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ തിക്കാക്കിയിട്ട് അപ്പോൾ ഇത് ചൂടോടുകൂടി ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൂസായിട്ട് തോന്നുന്നതാണ്. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിരിക്കും. അപ്പോൾ ഞാനിത് ചൂടോടുകൂടി തന്നെ ഇതൊഴിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പിസ്ത പൊടിച്ചതും കൂടി ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും റിച്ചും ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചൂടാക്കിയിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോൾ ഇതിന് നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതല്ല നെയ്യിൽ. അപ്പം നമ്മളിത് പുറത്ത് പോയി കഴിച്ചിട്ട് ഇത് ശരിക്കും അവർ സെർവ് ചെയ്തിട്ടുള്ളത് ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.